എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ബഗൽപൂരി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെറ്റ്സ് എന്ന് പറയുന്നത്. നല്ല ബഡ്ജറ്റ് ബൈയിലാണ്. ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെറ്റ്സ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ദുപ്പട്ടയൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ഡബിൾ ഷെയ്ഡഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. 950 ആണ് റേഞ്ച്. ഇതിലൊരു 6 to 7 കളേഴ്സ് ഞാനിന്ന് കാണിക്കുന്നുണ്ട്. അതിൽ കളേഴ്സ് വരുന്ന ഡിസൈൻ മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. കോമ്പിനേഷൻസ് എല്ലാം സെയിം ആയിരിക്കും. ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നതിൻ്റെ ആയിരിക്കും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. പക്ഷേ എല്ലാം ഓപ്പൺ ചെയ്ത് നമ്മൾ ഇടുക എന്ന് പറഞ്ഞാൽ കുറേ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 950 റേഞ്ചാണ്. അടിപൊളിയായിട്ടാണ്. ബുക്കിംഗ്സ് സൈറ്റ് ത്രൂ ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബുക്ക് ചെയ്യാൻ പറ്റും. 9562251075 ആൻഡ് 8075551153. ഈ രണ്ട് നമ്പേഴ്സിലേക്ക് മാത്രമേ മെസ്സേജ് ചെയ്യാറുള്ളൂ. ആ നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ വാട്സാപ്പ് ബുക്കിങ്ങിനും സൈറ്റ് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ ഫേക്ക് പേജസിലൊന്നും പോയി ബുക്ക് ചെയ്യാതിരിക്കുക. സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. കളക്ഷൻസ് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ. നിങ്ങൾക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് അയക്കണമെന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് ആയിട്ട് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും. സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ദുപ്പട്ട, ഡബിൾ ഷെയ്ഡഡ് ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. 950 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇതുപോലെ ലൈനിങ് വെച്ചിട്ട്, കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി. സിമ്പിളായിട്ടൊരു പൈപ്പിംഗ് കൊടുത്താൽ നല്ലതായിരിക്കും. ഈ ഒരു ബോട്ടം പൈപ്പിങ് സ്ലീവ്സിലും നെക്കിലും കൊടുത്താൽ നല്ല. ഷോർട്ട് സ്ലീവ് ഒക്കെ എടുത്താലും നല്ലതാട്ടോ ഈ ഒരു ഫാബ്രിക്. ഇങ്ങനെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ, ഓഫീസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ലതാണ്. ഒരു ക്ലാസി ലുക്കാണ്. ഇപ്പോൾ അത്തിക് പ്രിൻ്റ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ. ദുപ്പട്ടയാണെങ്കിലും നല്ല ഡ്രസ്സുള്ള ലെങ്ത്തും വിഡ്ത്തും ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും. നെക്സ്റ്റ് കളർ ഇതുപോലെ. എല്ലാം ക്ലാസി സറ്റിൽ കളേഴ്സാണ്. ദുപ്പട്ട നല്ല കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇങ്ങനെ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. അതെല്ലാം ബാക്ക് ആൻഡ് ഫ്രണ്ട് പ്രിൻറ്റഡ് ആണ് പോയിരിക്കുന്നത്. എല്ലാം കോമ്പിനേഷൻസ് എല്ലാം സെയിം ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിരിക്കും. 950 റേഞ്ചിൽ ഇതൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ. ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് പ്രിൻ്റ്. ബോട്ടം നിങ്ങൾ സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കുന്നതായിരിക്കും നല്ല. കാരണം ഇതിൻ്റെ എൻഡ് പോർഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് കിട്ടും. സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കാനാണ് നല്ലത്. യെല്ലോ ആണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ചെയ്യുന്നൊരു ഫാബ്രിക് നന്നായിട്ട് ഇതുപോലെ. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ബോട്ടമൊക്കെ സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കുക. ഒത്തിരി ടൈറ്റ് ഫിറ്റിൽ തയ്ക്കാതിരിക്കുക. ബോട്ടം തയ്ക്കുമ്പോൾ കുറച്ചൊരു ലൂസ് ഫിറ്റിൽ തന്നെ തയ്ച്ചാൽ നല്ലതായിരിക്കും. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.